ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകം എന്ന് പരിഗണിക്കാവുന്ന വിധത്തിൽ വളരെ സജീവമായ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയ മഹതിയായ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ച് അവരുടെ മകൻ തന്നെ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. മകൻ രചിച്ചു എന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവുകയില്ല. അമ്മയുടെ ഡയറി കുറിപ്പുകൾ സമാഹരിക്കുകയും അവരെക്കുറിച്ച് മറ്റ് പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കൾ എഴുതിയ അനുസ്മരണ കുറിപ്പുകൾ സമാഹരിക്കുകയും ചെയ്തുകൊണ്ട് അതിലൊക്കെ തന്നെ സ്വന്തം കമൻറ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സോഹൻ റോയ് എന്ന മകൻ തയ്യാറാക്കിയിട്ടുള്ള തിലോദകമാണ് ഈ പുസ്തകം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രീ സോഹൻ റോയിയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മാരിടൈം ആർക്കിടെക്ചറിൽ ബിരുദം നേടി ആ മേഖലയിൽ വളരെ ശ്ലാഘനീയമായ നിലയിൽ ഇടപെട്ടുകൊണ്ട് വളരെ ഗംഭീരമായ പ്രസ്ഥാനങ്ങൾ നയിക്കുകയാണ് അദ്ദേഹം ഇന്ന് ചെയ്യുന്നത്. അതോടൊപ്പം തിരുവനന്തപുരത്തൊക്കെയുള്ള ഏരീസ് തിയേറ്ററുകൾ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. നിരവധിയായ സ്ഥാപനങ്ങളുടെ മേധാവി എന്ന നിലയിൽ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങളിൽ അദ്ദേഹം നടപ്പാക്കുന്ന ജെൻഡർ പോളിസിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അത്തരത്തിലൊരു മകനെ അല്ലെങ്കിൽ മക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വളരെ സാധ്വിയായ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മുന്നേറുന്നതിന് നല്ല രീതിയിൽ പരിശ്രമിച്ച ആ കാലഘട്ടത്തിൻ്റെ സന്ദേശം ഉറക്കെ വിളംബരം ചെയ്ത ഒരു മഹതിയുടെ ജീവിതകഥ പുസ്തകമായി നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. വളരെ പ്രത്യേകതയുള്ളൊരു പുസ്തകമാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മളത് ഏത് വിഭാഗത്തിൽ പെടുത്താൻ സാധിക്കും എന്ന് ടീച്ചർ ചെറുതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഈ പുസ്തകത്തിനൊരു ഡോക്യുമെൻ്ററിയുടെ സ്വഭാവമുണ്ട്. അതോടൊപ്പം അതൊരു ഓട്ടോഗ്രാഫി, ബയോഗ്രാഫി ഒക്കെ കൂടിച്ചേർന്ന ഒരു ഘടനയുമുണ്ട്. ഫിക്ഷൻ്റെ അംശങ്ങളുമുണ്ട്. കവിതയെക്കുറിച്ചൊക്കെ അതിമനോഹരമായിട്ടുള്ള കൽപ്പനകൾ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിന് വളരെ വ്യത്യസ്തമായ ഒരു തലം ഉണ്ട്. ഈ പുസ്തകം എഴുതിയതിനെക്കുറിച്ച് അത് ഒരു മകൻ്റെ കണ്ണിലൂടെ കാണുന്നുണ്ട്. പുസ്തകത്തെ വിലയിരുത്തി അതിനെ വേണ്ടതുപോലെ അവതരിപ്പിക്കുന്നത് മകനാണ്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അത് അമ്മയുടെ ഡയറി കുറിപ്പുകളും അമ്മയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവും ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ രൂപഘടന. മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്കുള്ള 2 അവാർഡുകളെ കഴിഞ്ഞ വർഷം കൊടുത്തത്. ഭാഷാകേസരി അവാർഡ് 5,01,000 രൂപ, അതുപോലെ തന്നെ എഴുത്തമ്മ പുരസ്കാരം 5,01,000 രൂപ, പിന്നെ തുടക്കക്കാരായ എഴുത്തുകാർക്ക് 25 പേർക്ക് 10,000 രൂപ വീതം. അങ്ങനെ വലിയ തുക അദ്ദേഹത്തിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യത്തിന് വേണ്ടി, എഴുതി തുടങ്ങുന്നവർക്ക് വേണ്ടി, കലയെ നിലനിർത്താൻ വേണ്ടി, സാഹിത്യത്തെ നിലനിർത്താൻ വേണ്ടി, അങ്ങനെ കലയ്ക്കും സാഹിത്യത്തിനും അതുപോലെ തന്നെ താഴ്ന്ന് കഷ്ടപ്പെടുന്നവനെ, ബുദ്ധിമുട്ടുന്നവനെ ആരാണോ ആ സമയം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സഹായം നൽകുന്ന ഒരു മഹാമനസ്കതയുടെ ഉടമയാണ്. യാതൊരുവിധ പ്രോട്ടോക്കോളും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ വലിയ ഹൃദയം, അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്.